ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം. നമസ്കാരം. ഗ്രീൻ കേരള എക്സ്പ്രസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സുസ്ഥിര വികസന മാതൃകകൾ വികസിപ്പിച്ചെടുത്ത പഞ്ചായത്തുകളെ അണിനിരത്തിക്കൊണ്ടുള്ള വ്യത്യസ്തമായൊരു പരിപാടിയായിരുന്നു ഗ്രീൻ കേരള എക്സ്പ്രസ്. 2010 മാർച്ച് 1 ഈ സോഷ്യൽ റിയാലിറ്റി ഷോ സംപ്രേഷണം ആരംഭിച്ചത്. കേരളീയ ഗ്രാമങ്ങളിലൂടെ വികസനത്തിന് പുത്തൻ തുടിപ്പുകൾ തേടിയുള്ള ഈ യാത്രയുടെ സമാപനത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഗ്രീൻ കേരള എക്സ്പ്രസ് 2010 ഇന്നത്തെ എപ്പിസോഡ്, അതായത് 103ാമത് എപ്പിസോഡ്, ഏറെ ആഹ്ലാദത്തോടെയും അഭിമാനത്തോടെയുമാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഒരു ജനപ്രിയ ടെലിവിഷൻ പരിപാടിയുടെ വേദിയിൽ ഗ്രാമപഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഗുണഭോക്താക്കളും അവരുടെ പ്രവർത്തനങ്ങളും മത്സരാർത്ഥികളായി എത്തുക എന്നത് സങ്കല്പിക്കുക കൂടി പ്രയാസമായിരുന്നു. പാട്ടും നൃത്തവും മറ്റ് കെട്ടുകാഴ്ചകളും അരങ്ങുവാഴുന്നിടത്ത് പഞ്ചായത്തുകാരോ എന്നും ചിലർ സംശയിച്ചു. എന്നാൽ ഇത്തരം ദൃശ്യമാധ്യമ ശീലങ്ങളെ ഒന്നാകെ മാറ്റിമറിച്ചും പുതിയ ശീലങ്ങൾ പകർന്നുകൊണ്ടുമാണ് ഗ്രീൻ കേരള എക്സ്പ്രസ് മലയാളി പ്രേക്ഷകരുടെ മുന്നിൽ എത്തിയത്. ടെലിവിഷന്റെ സാധ്യതകളെ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ കണ്ണിച്ചേർക്കുവാനുള്ള ശ്രമങ്ങൾ പുതുതല്ല. എന്നാൽ ഇത്തരം പരിശ്രമങ്ങൾക്കൊന്നും നേടാനാവാത്ത വിജയം ഗ്രീൻ കേരള എക്സ്പ്രസ് സ്വന്തമാക്കി എന്നത് ദൃശ്യമാധ്യമ രംഗത്ത് പുതിയ പാഠമാവുകയാണ്. ആളുകേറുന്നരവം കേറുന്നൊരുങ്ങും നമ്മുടെ വയലിലെ ചെറുചുറ്റാരൻ ചെറുമലാരൻ അവരും നമ്മുടെ വയലിലെ. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായകമായ ഘട്ടമാണ് ഭരണഘടനയുടെ 73-74 ഭേദഗതികൾ. ഇതിന്റെ തുടർച്ചയായിരുന്നു കേരളത്തിൽ ആരംഭിച്ച ജനകീയാസൂത്രണ പരിപാടി. പ്ലാൻ ഫണ്ടിന്റെ 36 മുതൽ 40% വരെ ത്രിതല പഞ്ചായത്തുകൾക്ക് നൽകുകയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കൂടുതൽ അധികാരവും സ്ഥാപനങ്ങളും കൈമാറുകയും ചെയ്തു. ഒരു പ്രാദേശിക ഭൂവിഭാഗത്തിൽ ജീവിക്കുന്നവർക്ക് അവർ ജീവിക്കുന്ന ചുറ്റുപാടുകളിലേക്ക് സൂക്ഷ്മമായി കണ്ണോടിക്കുവാനും തന്റെ ചുറ്റിലുമുള്ള പ്രകൃതിയെയും മനുഷ്യരെയും പഠിക്കുവാനും അതിൽ ഇടപെടുവാനും ഒരവസരമായിരുന്നു ഇത്. മൂത്തവരും ചാഞ്ഞവരും ഒരു നിരവിനു നിരക്കട്ടെ, പിള്ളയുള്ള തള്ളമാരും ഒരു നിരവിനു നിരക്കട്ടെ. പ്രാദേശിക വികസന പരീക്ഷണങ്ങളുടെ വിസ്മയകരമായ മാതൃകകൾ നമ്മുടെ ഗ്രാമങ്ങളിൽ രൂപപ്പെട്ടു വരുന്നുണ്ട്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫലമായി ഉണ്ടായ കൂട്ടായ്മയിലൂടെ കാർഷിക മേഖലയ്ക്ക് പുതുജീവൻ, തണ്ണീർത്തടങ്ങളുടെ പുനഃസൃഷ്ടി, പാൽപ്പായസം പോലെയാകുന്ന പഠനം. മാലിന്യം തെറ്റായ സ്ഥലത്തിരിക്കുന്ന സമ്പത്താണ് എന്ന അറിവ്, ജീവിതശൈലി മാറ്റത്തിലൂടെ രോഗപ്രതിരോധം, വ്യത്യസ്തവും നൂതനവുമായ ആശയങ്ങൾ. ആളുകേറുന്നരവം കേറുന്നൊരുങ്ങും നമ്മുടെ വയലിലെ ചെറുചുറ്റാരൻ ചെറുമലാരൻ അവരും നമ്മുടെ വയലിലെ. മൂത്തവരും ചാഞ്ഞവരും ഒരു നിരവിനു നിരക്കട്ടെ, പിള്ളയുള്ള തള്ളമാരും ഒരു നിരവിനു നിരക്കട്ടെ. ജനകീയാസൂത്രണത്തിന്റെ ഭാഗമായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ കേരളീയ ഗ്രാമങ്ങളിൽ നടപ്പിലാക്കിയ വിപ്ലവകരമായ മുന്നേറ്റങ്ങളുടെ നേർക്കാഴ്ചകൾ തന്നെയാണ് ഗ്രീൻ കേരള എക്സ്പ്രസ്. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്ന ഈ ഗ്രീൻ കേരള പരിപാടി നിങ്ങളുടെ എല്ലാം തന്നെ അനുമതിയോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു.
മന്ത്രിമാർ, പ്രതിപക്ഷ നേതാക്കൾ, MLA മാർ, മുൻ മന്ത്രിമാർ, ഉദ്യോഗസ്ഥർ, കേരളത്തിനകത്തും പുറത്തുമുള്ള സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ, എഴുത്തുകാർ, സാംസ്കാരിക നായകന്മാർ തുടങ്ങിയവർ പങ്കെടുത്ത ചർച്ചകളുടെയും ഉയർന്നുവന്ന നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ ഓരോ ഘട്ടങ്ങളും മുന്നേറിയത്. രാഷ്ട്രീയ അഭിപ്രായ ഭേദമില്ലാതെ എല്ലാവരും ഈ സംരംഭത്തിന്റെ വിജയത്തിനായി ഒരുമിച്ച് നിന്നു. ഇന്ത്യയിലെ ആസൂത്രിത വികസന പ്രക്രിയയിൽ മുഖ്യധാര ടോപ്പ് ഡൗൺ കമ്മ്യൂണിക്കേഷനാണ്. എന്നാൽ 73-74 ഭരണഘടനാ ഭേദഗതി വന്നതോടുകൂടി ഇതിലൊരു അടിസ്ഥാനപരമായ പൊളിച്ചെടുത്ത് അനിവാര്യമായിരുന്നു. നിങ്ങൾ അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച്, വികേന്ദ്രീകൃത ആസൂത്രണത്തെക്കുറിച്ച് ഗൗരവത്തിലെടുക്കുന്നെങ്കിൽ ഒരു പുതിയ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി വേണം. മുകളിൽ നിന്ന് താഴേക്കുള്ളത് വേണം, ഒഴിവാക്കാൻ പറ്റത്തില്ല. പക്ഷേ അതുപോലെ തന്നെ പ്രധാനമായി തീരുന്നു താഴത്തുനിന്നും മുകളിലേക്ക്. ഇതുപോലുള്ള പരിപാടി കൂടുതൽ പോഷിപ്പിക്കാനും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വെളിച്ചം വീശാനും മറ്റുള്ളവർക്ക് പ്രചോദനം കൊടുക്കാനും സഹായകരമായി തീരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഗ്രീൻ കേരള എക്സ്പ്രസ് ദൂരദർശൻ്റെ ഈ പുതിയ സംരംഭം ഇന്ത്യൻ ടെലിവിഷൻ രംഗത്ത് തന്നെ ഒരു പുതുമയാർന്ന ഒന്നാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഏറ്റവും മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് 1 കോടി രൂപ സമ്മാനം പ്രഖ്യാപിച്ചു. ഇന്ത്യൻ ടെലിവിഷൻ വികസനോന്മുഖ ഗെയിം ഷോകളുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സമ്മാനം. സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ശുചിത്വ മിഷൻ, കില, സീഡിറ്റ്, ദൂരദർശൻ എന്നിവർ സംയുക്തമായാണ് ഈ സംരംഭത്തിന് നേതൃത്വം നൽകിയത്. സീഡിറ്റിലും ദൂരദർശനിലും ശുചിത്വ മിഷനിലും ആയിട്ട് ഈ ഗ്രീൻ കേരള എക്സ്പ്രസിൻ്റെ പ്രവർത്തനത്തിലേർപ്പെട്ടിരുന്ന എല്ലാ ആളുകൾക്കും പൂർണ്ണമായ ആത്മസംതൃപ്തിയുടെ ഒരു നിമിഷമാണിത്. കഴിഞ്ഞ 15 വർഷക്കാലത്തിൽ ഏറെയായിട്ട് വികേന്ദ്രീകൃത ആസൂത്രണത്തിലും പ്രാദേശിക വികസന പ്രവർത്തനത്തിലുമൊക്കെ പങ്കെടുത്ത വിവിധ ആൾക്കാരുടെ ഒരു വിജയ മുഹൂർത്തം കൂടിയാണ് ഈ സമയം. ഇതിൻ്റെ തുടക്കം ശരിക്ക് ശുചിത്വവുമായി ബന്ധപ്പെട്ടുള്ള വളരെ വിപുലമായിട്ടുള്ള പ്രചരണം ആവശ്യമാണ് എന്ന ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രിയുടെ താല്പര്യപ്രകാരം ദൂരദർശനിലെയും സീഡിറ്റിൻ്റെയും ചില പ്രവർത്തകരുടെ സഹായത്തോടുകൂടി സോഷ്യൽ റിയാലിറ്റി ഷോ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലേക്ക് പോകണം എന്നുള്ള ഒരു ആശയമുണ്ടായി. തുടർന്ന് ശുചിത്വം എന്ന് പറയുന്നത് ആ മേഖലയിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് പ്രവർത്തനം നടത്തേണ്ട ഒരു മേഖലയല്ല, പ്രവർത്തനമല്ല എന്നതുകൊണ്ട് വിദ്യാഭ്യാസവും ആരോഗ്യവും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും കൃഷിയും ഒക്കെ തന്നെ ശുചിത്വത്തിൻ്റെ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സോഷ്യൽ റിയാലിറ്റി ഷോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നാനാവിധത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വേണമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തുന്ന പ്രവർത്തനം നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റുമായിട്ട് അല്ലെങ്കിൽ സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട് ഉള്ളതാണെന്നതുകൊണ്ടും ആ സുസ്ഥിര വികസനത്തിന് വേണ്ടിയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിന് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് ഈ റിയാലിറ്റി ഷോയിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു സങ്കല്പം ഉണ്ടായി. ആ ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ഗ്രീൻ കേരള എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ആശയത്തിന് രൂപം കൊടുക്കുന്നത്. ഈ ആശയത്തിന് രൂപം കൊടുക്കുന്നതിൽ തീർച്ചയായിട്ടും സീഡിറ്റിലെ ശ്രീ മോഹൻകുമാറും ദൂരദർശനിലെ ശ്രീ സാജനും അതുപോലെ തന്നെ ശുചിത്വ മിഷനിലെ ഉദ്യോഗസ്ഥരും ശുചിത്വ മിഷനോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന നിരവധി പ്രവർത്തകരും കാരണമായിട്ടുണ്ട്. 103 എപ്പിസോഡുകളായിട്ട് ടെലികാസ്റ്റ് ചെയ്ത ഈ ഒരു പരിപാടിയിൽ നാളിതുവരെ യാതൊരു തരത്തിലുള്ള പരാതികളും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. 140 പഞ്ചായത്തുകൾ പങ്കെടുത്തുകൊണ്ടുള്ള ആദ്യ റൗണ്ട്, അതിൽ നിന്ന് 15 പഞ്ചായത്തുകളെ തിരഞ്ഞെടുത്തു. ആ 15 പഞ്ചായത്തുകളിലും ജൂറി നേരിട്ട് പോയി കാര്യങ്ങൾ വിശകലനം ചെയ്തു. അവരുമായിട്ട് ചർച്ച ചെയ്ത് റിയാലിറ്റി ഷോ തയ്യാറായി. 12 നഗരപ്രദേശങ്ങളിൽ ഉള്ള വികസന പ്രവർത്തനങ്ങൾ സോഷ്യൽ റിയാലിറ്റിയുടെ ഭാഗമായി. ഇങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ജനവിഭാഗങ്ങളെയും വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരെയും ഒക്കെ ഈ സോഷ്യൽ റിയാലിറ്റി ഷോയിൽ കൊണ്ടുവന്നു എങ്കിൽ പോലും യാതൊരു തരത്തിലുള്ള പരാതികളും ഇല്ലാതെ ഈ സോഷ്യൽ റിയാലിറ്റി ഷോ തീർക്കുന്നതിന് ആയി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കണക്കാക്കുകയാണ്. ഇതിന് തീർച്ചയായിട്ടും സഹായിച്ചത് ഇതിന് വളരെയധികം താല്പര്യമെടുത്ത
ഇതിൻ്റെ പ്രധാനപ്പെട്ട ജൂറികളുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ മാർഗനിർദ്ദേശങ്ങളും അവരുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും ഒക്കെയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പും ശുചിത്വ മിഷനും കിലയും ചേർന്ന് ഇതിന് മേൽനോട്ടം വഹിച്ചപ്പോൾ തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രം സംപ്രേഷണം നിർവഹിച്ചു. ഈ പരിപാടിയുടെ രൂപകൽപ്പനയും നിർമ്മാണവും നടത്തിയത് സീഡിറ്റാണ്. ഇതു ഭൂമിയൊരേയൊരു ജീവകലാവേദി, ജലവായുവിതാനമിണങ്ങിയ മലർവാടി, ചിരമിത്ര പരസ്പര ബന്ധിതമാണില്ല. ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അനുകരിക്കാൻ ഞങ്ങൾക്ക് മാതൃകകൾ ഉണ്ടായിരുന്നില്ല. സമുദ്രനിരപ്പിൽ നിന്നും 1080 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പഞ്ചായത്ത് ഞങ്ങൾക്കും സന്തോഷമുണ്ട്. അതോടൊപ്പം ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ. ഈ രാജ്യത്തിൽ ഒരൊറ്റ ഗർഭിണിയായ ഒരു അമ്മ പോലും ഗർഭിണിയായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മകനൊരു നല്ല കൃഷിക്കാരനാണെന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ ഇതിന്റെ ഭാഗമാക്കുകയായിരുന്നു ആദ്യ ശ്രമം. ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾ മുഴുവൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെയും ക്ഷണിച്ചു. നിങ്ങളുടെ പഞ്ചായത്ത് ലോക ഭൂപടത്തിലുണ്ടോ? ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിലെ ആദ്യ സോഷ്യൽ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളുടെ പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്തോ? പരിപാടിയുടെ വിശദീകരണങ്ങൾ അടങ്ങിയ കുറിപ്പുകളും വീഡിയോ സിഡിയും തപാൽ മാർഗം പഞ്ചായത്തുകളിലെത്തി. പ്രത്യേകം തയ്യാറാക്കിയ ഹെൽപ്പ് ഡെസ്ക് ഫോൺ മുഖേന പഞ്ചായത്തുകളുമായി നിരന്തര സമ്പർക്കം പുലർത്തി. ഷോയ്ക്കു വേണ്ടി രൂപകൽപ്പന ചെയ്ത പ്രത്യേക വെബ്സൈറ്റും കാര്യങ്ങൾ എളുപ്പമാക്കി. ഈ ഷോയിൽ പങ്കെടുക്കാനായി പ്രത്യേകം തയ്യാറാക്കിയ ചോദ്യാവലി പൂരിപ്പിക്കുകയും 10 മിനിറ്റ് ദൈർഘ്യമുള്ള ദൃശ്യചിത്രം തയ്യാറാക്കി അയക്കുകയുമായിരുന്നു തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. ഗ്രീൻ കേരള എക്സ്പ്രസ് എന്ന സോഷ്യൽ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നിങ്ങളുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കി വിജയം വരിച്ച പദ്ധതികളെക്കുറിച്ച് ഞങ്ങളെ അറിയിക്കുക. സുസ്ഥിര വികസനത്തിന്റെ ഉത്തമമായ മാതൃകകളെ വികസിപ്പിച്ച് പഞ്ചായത്തുകളെ കണ്ടെത്താനുള്ള മത്സരമാണിത്. കേരളവും ലോകവും ശ്രദ്ധിക്കേണ്ടുന്ന മാതൃകകൾ നിങ്ങളുടെ പഞ്ചായത്തിനുണ്ടോ? കാർഷിക ഭക്ഷ്യസുരക്ഷാ രംഗത്ത്, നീർത്തട ജലപരിപാലന രീതികളിൽ, ശുചിത്വ പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ, വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ, ദാരിദ്ര്യ നിർമ്മാർജ്ജന കുടുംബശ്രീ പ്രവർത്തനങ്ങളിൽ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടത്തിപ്പിൽ, സാമൂഹിക സുരക്ഷ, സ്ത്രീ ശാക്തീകരണം എന്നീ മേഖലകളിൽ, സമഗ്ര പാർപ്പിട പദ്ധതിയിൽ, ഗ്രാമസഭയിലെ വമ്പിച്ച ജനപങ്കാളിത്തം തുടങ്ങിയ മേഖലകളിൽ നിങ്ങളുടെ പഞ്ചായത്ത് കൈവരിച്ച നേട്ടങ്ങൾ ഞങ്ങളെ അറിയിക്കുക. തദ്ദേശീയമായി നിങ്ങളുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കിയ മറ്റു പദ്ധതികളെക്കുറിച്ചും ഞങ്ങളെ അറിയിക്കുക. അത്യന്തം ആവേശത്തോടെയും അതിലേറെ കൗതുകത്തോടെയും പഞ്ചായത്തുകൾ ഈ ഷോയിൽ പങ്കെടുക്കാൻ മുന്നോട്ട് വന്നു. ഇങ്ങനെ ഒരു നൂതനമായിട്ടുള്ള ഒരു ആശയം നമ്മുടെ പഞ്ചായത്തുകളുടെ പ്രവർത്തനത്തെയും ആ പ്രവർത്തനം വഴി മറ്റ് പഞ്ചായത്തുകൾക്കൊരു മാതൃക കാട്ടിക്കൊടുക്കാനും മൊത്തം ജനങ്ങൾക്ക് ഞങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറയാനുള്ള ഒരു ഒരു സുവർണാവസരം എന്ന് തന്നെ പറയാം. പിന്നെ അവിടുത്തെ ഈ നാട്ടിലെ കൂട്ടായ്മ എന്ന് പറയുന്നത് പ്രസംഗിക്കാതെ അവരുടെ പ്രവൃത്തിയിലൂടെ എന്താണ് കൂട്ടായ്മയുടെ അർത്ഥം എന്നുകൂടെ കാണിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് ഇതിൽ ഉള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതാണ്. 140 പഞ്ചായത്തുകളെയും 12 നഗരസഭകളെയും വിദഗ്ധ ജൂറിയുടെ പ്രാഥമിക പരിശോധനയുടെ അടിസ്ഥാനത്തിൽ 1ാം ഘട്ട മത്സരത്തിലേക്കായി തിരഞ്ഞെടുത്തു. ഗ്രീൻ കേരള എക്സ്പ്രസ് ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിലെ ആദ്യത്തെ സോഷ്യൽ റിയാലിറ്റി ഷോ ദൂരദർശനിൽ. ഈ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ പാട്ടും ഡാൻസും അറിയണമെന്നില്ല. നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുണ്ടായാൽ മതി. ഞങ്ങൾ വരുന്നു നിങ്ങളുടെ നാട്ടിലേക്ക്. ഗ്രീൻ കേരള എക്സ്പ്രസ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ജനങ്ങൾക്ക് ഗുണകരമാകുന്ന, നാടിനെ സുസ്ഥിര വികസനത്തിലേക്ക് നയിക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ. പക്ഷേ ഇതൊന്നും തന്നെ വാർത്തയാകാറില്ല. എന്നാൽ ഇവിടെ ഇത് വാർത്തയാകും. ഗ്രീൻ കേരള എക്സ്പ്രസ് ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിലെ ആദ്യത്തെ സോഷ്യൽ റിയാലിറ്റി ഷോ.